മത്സ്യക്കുരുതി നടന്ന പെരിയാറിലെ ജലത്തിൽ അമിതമായ തോതിൽ അമോണിയയുടെയും ഹൈഡ്രജൻ സൾഫൈഡിൻ്റെയും സാന്നിധ്യം കണ്ടെത്തി. മീനുകൾ ചത്തുപൊങ്ങിയതിന് 2 ദിവസത്തിന് ശേഷം എടുത്ത സാമ്പിളിൽ പോലും അമോണിയയുടെയും സൾഫൈഡിൻ്റെയും സാന്നിധ്യം ഉയർന്ന തോതിലുണ്ടായിരുന്നു. കമ്പനികൾ പുറന്തള്ളുന്ന ജൈവ മാലിന്യത്തിൽ നിന്നും രാസമാലിന്യത്തിൽ നിന്നും അമോണിയയും സൾഫൈഡും ഉൽപ്പാദിപ്പിക്കാം. അതിനാൽ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ എവിടെ നിന്നാണ് മലിനീകരണം ഉണ്ടായതെന്ന് കണ്ടെത്താൻ കഴിയൂ. ഇതിനുവേണ്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും വ്യവസായശാലകളുടെ വിവരങ്ങൾ തേടിയെന്ന് കുഫോസ് അധികൃതർ അറിയിച്ചു. അകത്തു ചെന്ന വിഷം മൂലം ചത്ത മത്സ്യത്തിന്റെ ആന്തരിക അവയവങ്ങൾ തകർന്ന നിലയിലായിരുന്നു. മത്സ്യക്കൂടിന്റെ സമീപത്തു നിന്ന് പോലും സൾഫറിന്റെ തരികൾ കണ്ടെത്തിയെന്നും കുഫോസ് അധികൃതർ പറഞ്ഞു. അതേസമയം വേലിയേറ്റ സമയത്ത് പാതാള മണ്ണിലെ 3 ഷട്ടറുകൾ തുറന്നതുമൂലം ജലത്തിലെ ഓക്സിജൻ സാന്നിധ്യം കുറഞ്ഞതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നായിരുന്നു PCB സബ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. എന്നാൽ കുഫോസ് പരിശോധനാ ഫലം പുറത്തു വന്നതോടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിരോധത്തിലായി. ജലത്തിൽ രാസമാലിന്യം കലർന്നാൽ pH വാല്യൂവിൽ വ്യത്യാസമുണ്ടാകണം. അത് ഉണ്ടായിട്ടില്ലെന്നാണ് PCB വാദം. അതിനിടെ അലയൻസ് മറൈൻ പ്രോഡക്ട്സിന് അടച്ചുപൂട്ടാൻ PCB നോട്ടീസ് നൽകി. കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയതിന്റെ തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയത്. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മന്ത്രി P രാജീവിന്റെ കളമശ്ശേരിയിലെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.